നമസ്കാരം. പുൽവാമ ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി പാകിസ്ഥാൻ നൽകി ഇന്ത്യ. ഇന്ത്യൻ വ്യോമസേന പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഭീകരതാവളങ്ങൾ തകർത്തു. ബാലാക്കോട്ടിലുള്ള ജയ്ഷ് ഇ മുഹമ്മദിന്റെ ഭീകരതാവളമാണ് ഇന്ത്യ തകർത്തത്. ഭീകരതാവളം പൂർണ്ണമായും തകർത്തുവെന്ന് സൈന്യം അവകാശപ്പെട്ടു. രാവിലെ 3:30 പാകിസ്ഥാന് മറുപടിയായി ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഭീകരതാവളം ആക്രമിച്ചത്. 12 മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ആക്രമണത്തിൽ പങ്കെടുത്തത്. ഏകദേശം 1000 കിലോയോളം സ്ഫോടക വസ്തുക്കൾ സൈന്യം ഉപയോഗിച്ചതായും സൂചനയുണ്ട്. ഇതാദ്യമായാണ് പാകിസ്ഥാനിൽ കയറി വ്യോമസേന ആക്രമണം നടത്തുന്നത്. നേരത്തെ കാർഗിൽ യുദ്ധത്തിലും മറ്റും പാക് അധീന കാശ്മീരിൽ കടന്നു കയറിയിരുന്നുവെങ്കിലും പാകിസ്ഥാനിൽ വ്യോമസേന പ്രവേശിച്ചിരുന്നില്ല. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിൽ ബോംബ് വർഷിച്ച ശേഷം സുരക്ഷിതമായി മിറാഷ് യുദ്ധവിമാനങ്ങൾ തിരിച്ചെത്തിയെന്ന് സൈന്യം റിപ്പോർട്ട് ചെയ്യുന്നു. യുദ്ധവിമാനങ്ങൾക്ക് സഹായമായി ഡ്രോണുകളും ഇന്ധനം നിറയ്ക്കുന്ന വിമാനങ്ങളും അകമ്പടി സേവിച്ചുവെന്നും സൈന്യം പറയുന്നു. ഇന്ത്യൻ വ്യോമസേന അതിർത്തി ലംഘിച്ചെന്ന് നേരത്തെ പാകിസ്ഥാൻ ആരോപിച്ചിരുന്നു. ഇത് സ്ഥിരീകരിക്കുന്ന വിവരങ്ങളാണ് ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്ത്യ അതിർത്തി ലംഘിച്ചതായി പാക് സേനാ വക്താവ് മേജർ ജനറൽ ആസിഫ് ഗഫൂറാണ് അറിയിച്ചത്. തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നെന്നും ആസിഫ് ഗഫൂർ ട്വീറ്റ് ചെയ്തു. ചൊവ്വാഴ്ച പുലർച്ചെ 5-നാണ് ആദ്യ ട്വീറ്റ് പുറത്തുവന്നത്. മുസഫർബാദ് സെക്ടറിൽ നിന്നാണ് വിമാനങ്ങൾ പാക് അതിർത്തി ലംഘിച്ചതെത്തിയെന്നും തങ്ങളുടെ സൈനികരുടെ സംയോജിത ഇടപെടൽ ഇന്ത്യൻ നീക്കത്തെ പരാജയപ്പെടുത്തുകയായിരുന്നുവെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു. സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ലെന്നും ട്വീറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയുടെ മിന്നലാക്രമണത്തെ തുടർന്ന് ജയ്ഷ് ഇ മുഹമ്മദിന്റെ തലവന്മാരെ പാകിസ്ഥാൻ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി റിപ്പോർട്ടുണ്ട്. പഞ്ചാബിൽ നിന്നും നീങ്ങിയതായി ജയ്ഷ് ഇ മുഹമ്മദ് തലവൻ മൗലാന മസൂദ് അസ്ഹറിന്റെ സഹോദരൻ അബ്ദുൾ റൂഫ് പറഞ്ഞു. മസൂദ് അസ്ഹറും ജയ്ഷ് ഇ ക്യാമ്പിൽ നിന്നും മാറിയതായാണ് സൂചന. ബഹുവാൽപൂരിലെ ക്യാമ്പിൽ നിന്നും മസൂദ് അസ്ഹർ മറ്റൊരു സുരക്ഷിത താവളത്തിലേക്കാണ് മാറിയിരിക്കുന്നത്. പുൽവാമ ആക്രമണത്തിന് ശേഷം പാക് അധീന കാശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ പാകിസ്ഥാൻ ഒഴിപ്പിച്ചിരുന്നു. ഭീകരരെ അതിർത്തിയിൽ നിന്നും മാറ്റുകയും ചെയ്തു. ഇന്ത്യൻ ആക്രമണം ഭയന്നാണ് ഭീകര കേന്ദ്രങ്ങൾ ഇവിടെ നിന്നും ഒഴിപ്പിച്ചത്. എന്നാൽ പാകിസ്ഥാനിൽ കയറിയ ഇന്ത്യ തിരിച്ചടിച്ചതോടെ പഞ്ചാബിലെ ഭീകര കേന്ദ്രങ്ങളിലെ ഭീകരരെ കൂടി സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ് പാകിസ്ഥാൻ. പാക് മണ്ണിൽ കടന്നു കയറി മിന്നലാക്രമണം നടത്തുവാൻ ഇന്ത്യ ഉപയോഗിച്ചത് ലേസർ ഗൈഡഡ് ബോംബുകളെന്ന സൂചന. ഇവ ഉപയോഗിച്ച് മുൻ പദ്ധതി പ്രകാരം ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും നശിപ്പിക്കാൻ ഇന്ത്യക്കായി. അതീവ കൃത്യതയോടെ ലക്ഷ്യങ്ങൾക്ക് നേരെ ആക്രമണം നടത്തുന്നതിന് ശേഷിയുള്ളവയാണ് ലേസർ ഗൈഡഡ് ബോംബുകൾ. ആക്രമണത്തിൽ 3 ഭീകര ക്യാമ്പുകൾ പൂർണ്ണമായും നശിച്ചുവെന്നും ഏകദേശം 300ഓളം പേർ കൊല്ലപ്പെട്ടതായും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. മിറാഷ് വിമാനങ്ങൾ 21 മിനിറ്റ് നേരം ബാലാക്കോട്ടിന് മുകളിലൂടെ പറന്ന് ആക്രമണം നടത്തി തിരിച്ചുവരികയായിരുന്നു. ഇന്ത്യൻ മിന്നലാക്രമണം 100% വിജയമായിരുന്നു എന്നാണ് റിപ്പോർട്ട്. കാർഗിൽ യുദ്ധത്തിന് ശേഷം ഇതാദ്യമായാണ് വ്യോമസേന മിറാഷ് 2000 യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കുന്നത്. ഫെബ്രുവരി 14 രാജ്യത്തെ നടുക്കിയ പുൽവാമ ഭീകരാക്രമണം ഉണ്ടായത്. CRPF സൈനികരുടെ വാഹന വ്യൂഹത്തിന് നേരെ സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം ഓടിച്ചു കയറ്റിയുണ്ടായ ഭീകരാക്രമണത്തിൽ 40 സൈനികരാണ് മരിച്ചത്. സംഭവത്തിന്റെ ഉത്തരവാദിത്തം ഉടൻ തന്നെ പാകിസ്ഥാൻ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയായ ജയ്ഷ് ഇ മുഹമ്മദ് ഏറ്റെടുത്തിരുന്നു. അന്നു മുതൽ ഇന്നുവരെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും മറ്റ് സൈനിക വക്താക്കളുമടക്കം എല്ലാവരും ഈ ആക്രമണത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് വ്യക്തമാക്കിയിരുന്നു.